റാം കൂട്ടരും രുദ്രയെ വീക്ഷിച്ചു. അവൾക്ക് പിന്നാലെ തന്നെ 2 ദിവസവും ഉണ്ടായിരുന്നു. ഋഷി ജോലിക്ക് രുദ്ര വർക്ക് ചെയ്യുന്ന അതേ ഹോട്ടലിൽ ഡ്രൈവറായി കയറിയതുകൊണ്ട് രാത്രിയിൽ അവനായിരുന്നു ഹോസ്റ്റലിലാക്കിയിരുന്നത്. അമ്മുവിന് പനിയായതുകൊണ്ട് 2 ദിവസത്തേക്ക് ആൾ ലീവായിരുന്നു. ഋഷിയെ നേരിൽ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അമ്മു. അതിന് കഴിയാത്തതിലുള്ള നീരസം ആൾക്കുണ്ട്. അപ്പു പറഞ്ഞു വിശാലിനെ അറിയാമെങ്കിലും ഋഷിക്ക് കാണാൻ കഴിഞ്ഞില്ല. അമ്മു ഇല്ലാത്തതുകൊണ്ട് രുദ്രയ്ക്ക് വേറൊരു സ്ത്രീക്കൊപ്പമായിരുന്നു ജോലി. പേരില്ലധിക 36 വയസ്സ് കാണും. ജോലി ചെയ്യാൻ മടിയാണ് അവർക്ക്. അതുകൊണ്ട് കുറച്ച് ചെയ്യുമ്പോൾ നടുവിനെ കൈവച്ച് വയ്യെന്ന് പറഞ്ഞ് ഒരിടത്തിരിക്കും. രുദ്ര പിന്നെ അവരെ ശ്രദ്ധിക്കാതെ അവളുടെ ജോലി കൂടെ അവൾ തന്നെ ചെയ്യും. ജോലി കഴിഞ്ഞ് അപ്പുവിനെയും മഞ്ജുവിനെയും ഋഷിയെയും കാത്തു പുറത്തു നിന്നതും രുദ്രയുടെ അടുത്ത് റാം ഓടി വന്നു. അവനെ ആദ്യമായി കാണുന്നത് കൊണ്ട് അവളൊന്ന് നോക്കി. താൻ രുദ്രയല്ലേ? അതെ. എന്നെ എങ്ങനെ അറിയാം? ഞാൻ ഋഷിയുടെ ഫ്രണ്ടാണ്. ഋഷിക്കൊരു ആക്സിഡന്റ് പറ്റി. അവിടുത്തെ വളവിൽ വെച്ച് ആംബുലൻസ് വിളിച്ചു പറഞ്ഞു. രുദ്രയെ അറിയിക്കാൻ അവനാ പറഞ്ഞു വിട്ടത്. ഒന്ന് വരാവോ വേഗം? ഋഷിക്ക് ആക്സിഡന്റ് എന്ന് കേട്ടതും രുദ്ര ആദിയോട് ചോദിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ഋഷിക്ക് എന്തേലും പറ്റിയോ? പറ, എന്തേലും പറ്റിയോ? ഏയ്, താൻ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. നെറ്റി പൊട്ടി ചോര കുറെ പോയിട്ടുണ്ട്. അയ്യോ. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നെ കൊണ്ട് പോകുമോ ഋഷിയുടെ അടുത്തേക്ക്? റാം മനസ്സിൽ താൻ വന്ന് നേടിയ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് പുറമേ സങ്കടത്തോട് പറഞ്ഞു. എങ്കിൽ വേഗം വാ. അവിടെയാ ഋഷി ഉള്ളത്. റാം കരങ്ങൾ മുമ്പിലെ റോഡിന്റെ സൈഡിലേക്ക് ചൂണ്ടി പറഞ്ഞു. രുദ്ര പിന്നെ ഒന്നും ആലോചിക്കാതെ റാമിനൊപ്പം പോകുമ്പോൾ അവളുടെ ഉള്ളിൽ ഋഷിയുടെ മുഖം മാത്രമായിരുന്നു. ഒപ്പം അവനൊന്നും വരല്ലേ എന്നും. ബദ്രി കാറിൽ വരുമ്പോൾ പെട്ടെന്ന് വെച്ച് കാർ ഓഫായി. അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. എത്ര ശ്രമിച്ചിട്ടും കാർ സ്റ്റാർട്ടാവാത്തത് കൊണ്ട് അവൻ കാറിലേക്ക് കാലുകൊണ്ട് ഒറ്റ അവിട്ടായിരുന്നു. ബദ്രി ഫോണെടുത്ത് പ്രണവിനെ വിളിച്ചതും അവൻ അവിടേക്ക് വരാം, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ബദ്രി അപ്പോഴും കാറിലേക്ക് കയറി സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടിട്ടും ഋഷിയെ കാണാത്തത് കൊണ്ട് രുദ്രയുടെ ഉള്ളിൽ ഭയം നിഴലിച്ചു. ചുറ്റിനും ആരുമില്ല. ഇരുട്ട് നിറഞ്ഞ പാതയോരം. ഋഷി എവിടെ? ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇയാളൊന്ന് അടങ്ങി. ഋഷിയെ കാണിച്ചു തരാം ഞങ്ങൾ എന്ന് പറഞ്ഞതും രുദ്ര സംശയത്തോടെ അവനെ നോക്കിയതും അവൻ്റെ പിന്നിലായി 4-5 പേര് വന്നു നിന്നു. നിങ്ങൾ ആരാ? എൻ്റെ ഋഷി. അവനെവിടെ? അവളുടെ ഒരു ഋഷി. മോൾക്കെന്താ? ഋഷിയെ പോകൂ. ഞങ്ങളും ഋഷിയെ പോലെ സ്നേഹമുള്ളവരാ. മോള് സഹകരിക്കും പോലെ ഇരിക്കും. ഈ ചേട്ടന്മാർക്ക് മോളോടുള്ള സ്നേഹം. അപ്പം നിങ്ങൾ കള്ളം പറഞ്ഞതാണല്ലേ? അതിനെ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആരാണെന്ന് അറിയില്ല. എന്നിട്ട് പോലും നിന്റെ കൂട്ടത്തിൽ ഒരാൾ വേദന എന്ന് പറഞ്ഞതും ഞാൻ ആരെന്ന് പോലും നോക്കാതെ നീ വന്നു. നമ്മൾ വന്ന കാര്യം നീ സിമ്പിളാക്കി തന്നു. ഇതുപോലെ തന്നെ ആയിരിക്കണം അങ്ങോട്ടുള്ള കാര്യങ്ങളും. മോളി ചേട്ടന്മാരുടെ ഇഷ്ടം പോലെ ചെയ്തു തരേണ്ടേ? റാം കൂടെ നിൽക്കുന്നവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും രുദ്ര അവിടെ നിന്നും ഓടി. പിടിക്കട പൊന്ന മോളെ. റാം പറഞ്ഞതും റാമിനൊപ്പം അവരും രുദ്രയുടെ പിന്നാലെ ഓടി. അവൾ അവനോടൊപ്പം വന്ന ആ നിമിഷത്തെ മനസ്സിലേർത്ത് ശപിച്ചു. എങ്ങോട്ട് പോകണമെന്നറിയാതെ മുൻപോട്ട് തന്നെ ഓടി. കാലുകൾ തളർന്നിട്ടും അവൾ തളർന്നു പോകാൻ ഇടവരുത്താതെ ഓടി. എന്നാൽ പെട്ടെന്നൊരു കല്ലിങ്കല്ലും തട്ടി താഴെ വീണു. അവൾ എഴുന്നേറ്റ് ഓടാന്നതും റാം ഓടി വന്ന് അവളുടെ മുടിക്കുത്തി പിടിച്ചു. നീ എങ്ങോട്ടാടി ഓടിപ്പോകാൻ നോക്കുന്നത്? അത്രയും പറഞ്ഞ രുദ്രയുടെ കഴുത്തിനെ കുത്തിപ്പിടിക്കുമ്പോൾ അവൾക്ക് നന്നായി വേദനിച്ചു. എന്നാൽ എവിടെ നിന്നോ കിട്ടിയ ബലത്തിൽ അവൾ കാലുമടക്കി റാമിന്റെ വയറ്റിൽ ചവിട്ടിയതും വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ട് അവളുടെ പിടിവിട്ട് രുദ്രയുടെ കരണത്ത് കൊടുത്തു. രുദ്ര നിലത്തേക്ക് വീണുപോയിരുന്നു. ആ പൊന്ന മോളെ പിടിച്ചോണ്ട് വാടാ. റാം കൂടെ നിന്നവനോട് പറഞ്ഞതും അവൻ രുദ്രയെ നിലത്തിന്നും പിടിച്ചുകൊണ്ട് പോകാൻ വന്നതും കയ്യിൽ തടഞ്ഞ കല്ലെടുത്ത് അവൻ്റെ നെറ്റിയിൽ എറിഞ്ഞു. അവനും വേദന കൊണ്ട് വിളിച്ചതും അവൾ മുന്നിലേക്ക് ഓടി. എന്നാൽ റാമിനും കൂട്ടർക്കും രുദ്രയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. അവളെ എങ്ങനെയും പിടികൂടിയേ പറ്റൂ എന്നുള്ള ചിന്തയിൽ അവൾക്ക് പിന്നാലെ അവന്മാരും പാഞ്ഞു. ഈ സമയം പ്രണവിനെ കാത്ത ദേഷ്യത്തിൽ ബദ്രി കാറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയതും അവൻ്റെ ദേഹത്തേക്ക് രുദ്ര ചെന്നിടിച്ചു നിന്നു. രുദ്ര അവൻ്റെ നെഞ്ചിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്ലീസ് പ്ലീസ് എന്നെ രക്ഷിക്ക്. ഇല്ലെങ്കിൽ അവരെന്നെ കൊണ്ടുപോകും. എന്നെ വിട്ടുകൊടുക്കല്ലേ പ്ലീസ്. ബദ്രി മുന്നിലേക്ക് നോക്കുമ്പോൾ റാമും ആൾക്കാരും മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. ബദ്രി അവനിൽ നിന്നും അവളെ മാറ്റി നിർത്തിയിട്ടൊന്ന് നോക്കി. രുദ്രയെ കണ്ടതും അവനിൽ അവളോടുള്ള വെറുപ്പ് നിറഞ്ഞു. എന്നാൽ അവനെ കണ്ടതൊരു ആശ്വാസം പോലെ കണ്ടുകൊണ്ട് അവനോട് കേണു പറഞ്ഞു. എന്നെ രക്ഷിക്കണേ സാർ, പ്ലീസ്. അത്രയും പറഞ്ഞ് അവൾ അവന് മുന്നിൽ കൈകൂപ്പി നിന്നു. ബദ്രി ഒന്നും മിണ്ടാതെ മൗനമായി തന്നെ നിന്നു. റാമും കൂട്ടരും അത് കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ നമ്മളെ തല്ലാൻ ആളെ വിളിക്കുന്നത് കണ്ടോ? അവൻ ഒറ്റയ്ക്ക് നമ്മളെ അങ്ങ് ഏതാണ്ട് ചെയ്യുമെന്ന് അവളുടെ വിചാരം. ഗിരി പോയി കൊണ്ടുപാടാ അവളെ. റാം അത് പറഞ്ഞതും ഗിരി പോയി രുദ്രയുടെ കയ്യിൽ പിടിച്ചു. നീ ഇന്ന് രക്ഷപ്പെടില്ല. ചേട്ടന്മാര് നിന്നെ കൊണ്ട് പോകുക.
ഒരു വഷളം ചിരിയോടെ രുദ്രയെ നോക്കി അത് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും രുദ്ര ബദ്രിയുടെ കയ്യിൽ പിടിമുറുക്കി. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും കരഞ്ഞു പറഞ്ഞു, എന്നെ രക്ഷിക്കൂ പ്ലീസ്. അവളുടെ കരങ്ങൾ അവനിൽ നിന്നും അടർന്നു മാറിയതും എന്തോ അവനിൽ സംഭവിക്കും പോലെ തോന്നി. ബദ്രി അവനിൽ നിന്നും അടർന്നു പോയ അവളുടെ കരങ്ങൾ ബലമായി തന്നെ പിടിച്ചു. രുദ്ര ഒരു നിമിഷം ഇമച്ചിമ്മാതെ നന്ദിയോടെ അവനെ നോക്കി. ഇവനൊന്ന് വാങ്ങിക്കൂട്ടും. നീ ആരാ? ഹീറോ അവൻ നോക്കുവാ. എന്നാലേ നീ ഒറ്റയ്ക്കാണെന്ന ബോധം വേണം. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നിനക്കിട്ടു തന്നാലേ നീ പിന്നെ ഇല്ല. അതുകൊണ്ട് അവളെ വിടുന്നതാ നിന്റെ നല്ലത്. ഗിരി ബദ്രയെ നോക്കി പറഞ്ഞു. വിട്ടില്ലെങ്കിൽ എന്നാ പിന്നെ നീ ഇത് വാങ്ങിക്കോ. അത് പറഞ്ഞ് ബദ്രയെ ചവിട്ടാനാഞ്ഞു വന്നതും ബദ്രയുടെ തല കൊണ്ട് അവനെ ഒറ്റയിടി. എന്നിട്ട് പിന്നിലേക്ക് വേച്ചുപോയ ഗിരിയുടെ കാലുകൊണ്ട് ചവിട്ടി നിലത്തേക്കിട്ട ശേഷം രുദ്രയെ അവൻ്റെ പിന്നിലേക്ക് നീക്കി നിർത്തി. രുദ്ര ഒരു നിമിഷം പേടിയോടെ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ഇമച്ചിമ്മാതെ ബദ്രയെ തന്നെ നോക്കി നിന്നു. രുദ്രയെ കാത്ത് അപ്പുവും മഞ്ജുവും ഋഷിക്കൊപ്പം പുറത്തു നിന്നു. അവൾ വരുമ്പോൾ ഇതുപോലെ ലേറ്റാവുമോ എന്നും ഋഷി അപ്പുവിനെയും മഞ്ജുവിനെയും നോക്കി ചോദിച്ചു. ഇല്ലടാ, ഞങ്ങൾക്ക് മുൻപ് അമ്മവും രുദ്രയും ആദ്യമേ വന്ന് കാത്തു നിൽക്കുക. ഇന്ന് അമ്മ വരാത്തത് കൊണ്ട് വേറൊരു സ്ത്രീയാണ് അവൾക്കൊപ്പം ജോലിക്ക് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു അവർക്ക് ജോലി ചെയ്യാൻ വല്ലാത്ത മടിയാണെന്ന്. അതുകൊണ്ട് അവരുടെ ജോലി കൂടെ ഇവളാ ചെയ്യുന്നേ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാവും ലേറ്റ് ആവുന്നേ എന്ന്. ഋഷി അതിനൊന്ന് മൂളി. അപ്പോഴേക്കും അവർക്കടുത്തേക്ക് വിശാൽ യൂണിഫോമിൽ നടന്നു വരികയായിരുന്നു. വിശാൽ അവർക്കടുത്തേക്ക് വന്നു നിന്നു. എന്തേ, ഡ്യൂട്ടി ടൈം ഇതുവരെ കഴിഞ്ഞില്ലേ? ഞങ്ങളുടേത് കഴിഞ്ഞു, രുദ്രയുടേത് കഴിഞ്ഞില്ല. അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാ ഞങ്ങൾ. കഴിയേണ്ട ടൈമായല്ലോ. ഞാൻ വരുമ്പോൾ അമ്മുവും അയാളുമാണല്ലോ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞു. അമ്മു ലീവാണ്. അതുകൊണ്ട് രുദ്ര വേറൊരാൾക്കൊപ്പമായിരുന്നു ഡ്യൂട്ടി. അപ്പു അത് പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചിട്ട് ഋഷിയെ നോക്കി. ഋഷിയല്ലേ? അതെ. സാറിന് എങ്ങനെ എന്നെ അറിയാം? ഇവർ ഇന്നലെ പറഞ്ഞിരുന്നു തന്നെ പറ്റി. അത് വെച്ച് താനാണോ അതെന്നറിയാൻ ചോദിച്ചതാ. സാർ ഇവിടെയാണ് താമസം? അതെ, ക്വാർട്ടേഴ്സ് ശരിയാവുന്നത് വരെ ഇവിടെയാ ഞാൻ. ട്രാൻസ്ഫറായി വന്നിട്ട് അധിക നാളായിട്ടില്ല. ഇവിടെ അങ്ങനെ ആരെയും അറിയില്ല. അതുകൊണ്ട് അതൊന്ന് ശരിയാവുന്നവരെ ഇവിടെ കൂടാന്ന് കരുതി. ഋഷിയും വിശാലും ഓരോന്ന് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടതും അപ്പുവും മഞ്ജുവും അവരോട് പറഞ്ഞിട്ട് രുദ്രയെ അന്വേഷിച്ച് അകത്തേക്ക് പോയി. രുദ്രയെ അന്വേഷിച്ച് വരുമ്പോൾ അവൾ അരമണിക്കൂർ മുൻപ് തന്നെ ഇറങ്ങിയെന്ന് സ്റ്റാഫ് പറഞ്ഞതും അപ്പുവും മഞ്ജുവും പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ വേഗം പുറത്തേക്ക് പാഞ്ഞു. ഋഷിക്കും വിശാലിനും അടുത്തേക്ക് ടെൻഷനോട് കൂടെ ഓടി വരുന്ന അപ്പുവിനെയും മഞ്ജുവിനെയും കണ്ടതും ഋഷി അവർക്കടുത്തേക്ക് ചെന്നു. എന്താടി നിങ്ങൾ ഇങ്ങനെ വെരുകിനെ പോലെ ഓടി വരുന്നത്? അവളെവിടെ? രുദ്ര. അപ്പു ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. ഋഷി, രുദ്ര നേരത്തെ പോയെന്ന്. നേരത്തെ ഇറങ്ങിയെങ്കിൽ അവളെവിടെ? നമ്മളോട് പറയാതെ അവൾ എവിടെയെങ്കിലും പോകില്ല. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. വാ നോക്കാം. വിശാൽ അവർക്കടുത്തേക്ക് വന്നു. നിങ്ങൾ ടെൻഷൻ ആവേണ്ട. അയാൾ ഋഷി പറഞ്ഞ പോലെ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനും നോക്കാം. അത്രയും പറഞ്ഞ് വിശാലും അവരോടൊപ്പം തന്നെ രുദ്രയെ തിരഞ്ഞു. അവസാനം അവൾ അവിടെ കാണാതെ വന്നതും അപ്പുവും മഞ്ജുവും കരയാൻ തുടങ്ങി. ഋഷി, നമ്മുടെ രുദ്ര. അവൾ ഇവിടെ ആരെയും അറിയില്ല. എനിക്ക് പേടിയാവുന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന്. ഇല്ലടാ, നമ്മുടെ രുദ്രയ്ക്കൊന്നും സംഭവിക്കില്ല. അത്രയും പറഞ്ഞവൻ അപ്പുവിനെയും മഞ്ജുവിനെയും ആശ്വസിപ്പിക്കുമ്പോൾ വിശാൽ അവിടെയുള്ള സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പാഞ്ഞു. അവന് പിന്നാലെ അവരും ചെന്നു. ഒരമണിക്കൂർ മുൻപ് ഒരു പെൺകുട്ടി ഇതുവഴി പോകുന്നത് കണ്ടിരുന്നു താൻ? വിശാൽ അയാൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു. ഒരുപാട് പേർ പോകുന്നതല്ലേ സാർ. എങ്ങനെ ശ്രദ്ധിക്കാനാ? ഫോട്ടോ കാണിച്ചാൽ തനിക്ക് മനസ്സിലാവില്ലേ? ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അയാളത് പറഞ്ഞതും ഋഷി വേഗം ഫോണെടുത്ത് രുദ്രയുടെ ഫോട്ടോ അതിലെടുത്ത ശേഷം വിശാലിൻ്റെ മുൻപിലേക്ക് നീട്ടി. വിശാൽ ആ ഫോട്ടോ അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ഈ കുട്ടിയെ കണ്ടോ താൻ? അയാൾ ആ ഫോട്ടോയിൽ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ സാർ, കണ്ടിരുന്നു. അത് കേട്ടതും എല്ലാവരുടെയും മനസ്സിൽ ആശ്വാസം നിഴലിച്ചു. എപ്പോഴാ കണ്ടേ? സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു അരമണിക്കൂർ മുൻപ് കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു. ആ കുട്ടി കരയുന്നുണ്ടായിരുന്നു എന്നൊരു സംശയം. അവരെങ്ങോട്ടാ പോയതെന്ന് കണ്ടോ? കണ്ടു സാർ, ദേ അങ്ങോട്ടാ അവർ ആ കുട്ടിയെയും കൊണ്ട് പോയത്. അയാൾ അങ്ങോട്ട് കൈ ചൂണ്ടി പറഞ്ഞതും പിന്നെ ഒന്നും നോക്കാതെ രുദ്രയെ അന്വേഷിച്ച് അവർ അങ്ങോട്ട് പാഞ്ഞു. നിന്നോട് അവസാനമായി പറയുക, വെറുതെ നിന്റെ ഈ സുന്ദരമായ തടി മെനക്കെടുത്താതെ അവളെ ഇങ്ങ് തന്നിട്ട് പോകുന്നതാ നിനക്കും നിന്റെ ആരോഗ്യത്തിനും നല്ലത്. എന്നാൽ ബദ്രി അവരെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. അപ്പോഴും രുദ്രയുടെ കരങ്ങൾ പേടികൊണ്ട് ബദ്രിയിൽ മുറുകിക്കൊണ്ടിരുന്നു. ഇവന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലെന്ന് തോന്നുന്നു ഗിരി. അതുകൊണ്ട് ഇനി ഇവനിട്ട് 2 കൊടുത്താലേ കാര്യം നടക്കൂ. അത്രയും പറഞ്ഞ് റാം ബദ്രിയെ അടിക്കാൻ വന്നതും അവൻ തലവെട്ടിച്ചതിനു ശേഷം അവൻ്റെ കൈ മുറുക്കെ പിടിച്ച്
എന്നിട്ട് ഒറ്റ ചവിട്ടായിരുന്നു. അവൻ നിലത്തേക്ക് തെറിച്ചു വീണു. രുദ്ര അവനിൽ പിടിച്ച കരങ്ങൾ പിൻവലിച്ച ശേഷം അവളോട് അവൻ കുറച്ചുകൂടെ പിന്നിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. ഈ സമയം മറ്റൊരുത്തൻ ഭദ്രയെ ആക്രമിക്കാൻ വന്നതും അവൻ കാലിൽ കരങ്ങളിൽ ഊന്നി പൊങ്ങിക്കൊണ്ട് അവനെ ചവിട്ടി. ഓരോരുത്തരായി വരുമ്പോഴും അവരുടെ കരങ്ങൾ ലോക്ക് ചെയ്ത് മൂക്കിൽ പഞ്ച് ചെയ്തു. പിന്നെ അവിടെ ഒരു തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടിക്കും പോലെ എല്ലാവരുടെയും അടിച്ചോടിക്കുകയായിരുന്നു. റാം നോക്കുമ്പോൾ രുദ്ര ഒരിടത്ത് മാറി നിൽക്കുന്നു. ഭദ്രഗിരിയെയും കൂട്ടരെയും തള്ളുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ റാം മെല്ലെ ചെന്ന് അവളുടെ വാ പൊത്തി പിടിച്ചു. രുദ്രാമന്റെ കയ്യിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ട് കൈകൾ ഭദ്രയ്ക്ക് നേരെ നീട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. ഭദ്രയുടെ അടി താങ്ങാനാവാതെയുള്ള ജീവനും കൊണ്ട് എല്ലാവരും ഓടിപ്പോകുമ്പോൾ ഭദ്ര പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ഭദ്ര കാണുന്നത് രാം രുദ്രയുടെ വാ പൊത്തി അവളെ കൊണ്ട് പോകാൻ നോക്കുന്നത്. ഡോ എന്ന അലർച്ചയിൽ റാം ഒന്ന് ഞെട്ടിക്കൊണ്ട് രുദ്രയെ വേഗം കാറിന്റെ ബാക്ക് സൈഡ് ബോണറ്റിലേക്ക് തള്ളിയിട്ടു. പെട്ടെന്നായതുകൊണ്ട് രുദ്രയുടെ തല അവിടെ ശക്തിയായി തന്നെ ഇടിച്ചു. ഭദ്ര അത് കണ്ടതും അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും റാം അവിടെ നിന്നും ഓടിയിരുന്നു. ഭദ്ര വേഗം രുദ്രയുടെ അടുത്തേക്ക് വന്ന് താങ്ങി പിടിച്ചതും അവളുടെ ബോധം മറഞ്ഞിരുന്നു. നെറ്റിയിടിച്ച് സൈഡ് നന്നായി ചുമന്നിട്ടുണ്ട്. അവൻ അവളുടെ കവിളിൽ മാറി മാറി തട്ടി വിളിച്ചു, ഡോ എണീക്കടോന്ന്. അവൻ എത്ര തട്ടിയിട്ടും അവൾ എണീക്കാതെ വന്നതും അവൻ ദേഷ്യത്തിൽ പറഞ്ഞു, നോഷം. ഭദ്ര വേഗം അവളെ കാറിന്റെ സൈഡിലേക്ക് ചാരി നിർത്തിയിട്ട് അവളെ അവന്റെ ഒരു കരം കൊണ്ട് പിടിച്ച ശേഷം കവളിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം രുദ്രയെ കാണാതെ അങ്ങോട്ടേക്ക് വരുന്ന ഋഷി ദൂരെ നിന്നും ഭദ്രയുടെ ഒപ്പം നിൽക്കുന്ന രുദ്രയെ കണ്ടു. അവൻ കരുതി രുദ്രയുടെ കരണത്ത് ഭദ്ര അടിക്കുന്നതാണെന്ന്. ഋഷി ദേഷ്യത്തിൽ അങ്ങോട്ട് പാഞ്ഞു വരുമ്പോൾ വിശാലും അപ്പുവും മഞ്ജുവും അവിടെ എത്തിയിരുന്നു. തിരിഞ്ഞു നിൽക്കുന്ന ഭദ്രയെ പിന്നിൽ നിന്നും ഋഷി ചവിട്ടിയതും അവൻ മുന്നിലേക്കൊന്ന് വേച്ചുപോയി. ഈ സമയം രുദ്രയിലെ പിടി അവനിൽ നിന്നും വിട്ടു അവൾ നിലത്തേക്ക് പതിക്കും മുന്നേ അപ്പവും മഞ്ജുവും അവളെ താങ്ങി പിടിച്ചിരുന്നു. ഭദ്ര ദേഷ്യത്തിൽ ഋഷിക്ക് നേരെ പാഞ്ഞു, എന്നെ ചവിട്ടും അല്ലട പൊന്ന മോനെ. അത്രയും പറഞ്ഞ ഋഷിയുടെ കോളറിൽ ഭദ്ര പിടിമുറുക്കിയതും ഭദ്ര ഋഷിയെ പിടിച്ച പിടിയിൽ വിശാൽ കരങ്ങൾ വെച്ചു. കൊയ്യെടുക്കട പൊന്ന മോനെ. ഭദ്ര വിശാലിനെ നോക്കിക്കൊണ്ട് അലറിയതും വിശാൽ ഭദ്രയ്ക്ക് നേരെ പാഞ്ഞു. പോലീസിനെ കയറി തെറി വിളിക്കുന്നോട പൊന്ന മോനെ. അപ്പോഴേക്കും ഋഷിയിലെ പിടിവിട്ടുകൊണ്ട് വിശാലും ഭദ്രയും നേർക്കുനേർ കോർത്തു. നീ പോലീസാണെങ്കിൽ എനിക്ക് വെറും പുല്ലാടാ. എടാ. അത്രയും പറഞ്ഞ് ഭദ്രയുടെ കോളർ പിടിക്കാനും പ്രണവ് അവിടെ എത്തിയിരുന്നു. അവൻ വേഗം വണ്ടിയിൽ നിന്നും ഇറങ്ങി അവർക്കടുത്തേക്ക് വന്നു. അവരെ രണ്ടുപേരെയും തള്ളി മാറ്റിക്കൊണ്ട് ചോദിച്ചു, എന്ത് സർ പ്രശ്നം? എന്തിനാ ഭദ്രയോട് വഴക്കുണ്ടാക്കുന്നേ? ഒരു പാവം പെൺകുട്ടിയെ ആ ഗതിയിലാക്കിയ ഇവന് പിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? അപ്പോഴാണ് അപ്പുവിൻ്റെയും മഞ്ജുവിൻ്റെയും ദേഹത്ത് ബോധമില്ലാതെ കിടക്കുന്ന രുദ്രയെ കണ്ടത്. അവർ അവളെ തട്ടി വിളിക്കുന്നുണ്ട്, ബട്ട് കണ്ണുകൾ തുറക്കുന്നില്ല. പ്രണവ് ഭദ്രയെ കൂർപ്പിച്ചു നോക്കി. എന്നിട്ട് വിശാലിനെ നോക്കി പറഞ്ഞു, സർ ഇത് പ്രശ്നമാക്കരുത് പ്ലീസ്. ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യാം. ആ കുട്ടിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി നല്ല ചികിത്സ തന്നെ കൊടുക്കാം. വേണ്ട, ഞങ്ങളുടെ രുദ്രയെ ഈ ഗതിയിലാക്കിയതും പോരാ, എന്നിട്ട് നിന്നെയൊക്കെ വിശ്വസിച്ച് നിനക്കൊക്കെ വീണ്ടും ഉപദ്രവിക്കാൻ തരണമല്ലേ? നിന്റെ ഒരു ഔദാര്യവും വേണ്ട ഞങ്ങളുടെ രുദ്രയ്ക്ക്. ഋഷി പ്രണവിനെയും ഭദ്രയെയും നോക്കി പറഞ്ഞു. കിടന്ന് ചിലക്കാതെ എവിടാന്ന് വെച്ച് കൊണ്ടുപോടാ. ഭദ്ര ദേഷ്യത്തിൽ പറഞ്ഞു. ആ പെൺകുട്ടിയെ നിലയിലാക്കിയതും പോരാ, എന്നിട്ട് അവൻ്റെ ഒരു പ്രസംഗം കണ്ടില്ലേ? ഞാൻ എന്തു ചെയ്തു എന്നാ നീ പറയുന്നേ? ഭദ്ര മതി, വേണ്ട. പ്രണവ് അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു. സർ ഇപ്പം ഈ കുട്ടിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ നോക്കാതെ തമ്മിൽ തല്ലുവല്ല വേണ്ടത്. വിശാലിനെ നോക്കി പ്രണവ് പറഞ്ഞു. ഇവൾ കണ്ണു തുറക്കുമ്പോൾ ഇവനെതിരെ ഒരു കംപ്ലൈൻറ്റ് തന്നാൽ മതി. ഇവനെ പൊക്കിക്കൊണ്ടുപോയി മര്യാദ എന്തെന്ന് പഠിപ്പിക്കും. കാത്തിരുന്നോ നീ ഒരുപാടങ്ങ് ഉണ്ടാക്കണ്ട ഈ ഭദ്രയെ. തൊടാൻ മാത്രം ധൈര്യമുള്ള ഒരു പോലീസും ഇന്നീ നാട്ടിലില്ല. ആദ്യം നീ പോയി ഞാൻ ആരെന്ന് അറിഞ്ഞിട്ട് വാ, എന്നിട്ട് മതി അവൻ്റെ ഒരു മര്യാദ പഠിപ്പിക്കാൻ. ഭദ്ര വിശാലിനെ നോക്കി അലറിയതും പ്രണവ് അവനെ ബലമായി പിടിച്ച് കാറിൽ കയറ്റി. ഭദ്ര ദേഷ്യത്തിൽ കാറിൽ നിന്നും അമരുന്നുണ്ടായിരുന്നു. ഈ സമയം വിശാലും ഋഷിയും കൂടെ രുദ്രയുടെ അടുത്തേക്ക് വന്നു. സർ ഞങ്ങളുടെ രുദ്ര. ഋഷി വിശാലിനെ നോക്കി പറഞ്ഞു. പേടിക്കണ്ട, അവൾക്കൊന്നും സംഭവിക്കില്ല, ഞാനില്ലേ കൂടെ. അത്രയും പറഞ്ഞ് വിശാൽ പോക്കറ്റിൽ നിന്നും അവൻ്റെ കീ എടുത്ത് ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നീ വേഗം പോയി എൻ്റെ കാർ എടുത്തിട്ട് വാ. അപ്പോഴേക്കും ഋഷി അവിടെ നിന്നും ഹോട്ടലിലേക്ക് ഓടുമ്പോൾ പിന്നാലെ രുദ്രയെ 2 കരങ്ങളിലായി താങ്ങി വിശാലും പോയിരുന്നു. ഇതെല്ലാം ഫ്രണ്ടിലെ ഗ്ലാസ്സിലൂടെ കണ്ട ഭദ്ര ദേഷ്യത്തിൽ കാറിന്റെ മുൻവശത്തെ ചില്ല് ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ചു. പ്രണവ് കണ്ണുകൾക്ക് മീതെ കരങ്ങൾ വെച്ചു. ചില്ലുകൾ അവൻ്റെ കണ്ണിലേക്ക് തെറിക്കാത്ത വിധം. ഭദ്രയുടെ കയ്യിൽ നിന്നും ചോര വാർന്നൊലിക്കുന്നത് കണ്ടതും പ്രണവ് അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്നാൽ ഭദ്ര ദേഷ്യത്തിൽ പ്രണവിൻ്റെ കരങ്ങൾ തട്ടിമാറ്റി. കയ്യിൽ തറഞ്ഞിരുന്ന ചെറിയ ചില്ല് ഗ്ലാസ് എടുത്ത്
കളയാതെ ദേഷ്യത്തിൽ കരങ്ങൾ വീണ്ടും മുറുക്കി പിടിക്കുമ്പോൾ ആ ചില്ലു ഗ്ലാസ് ആഴത്തിൽ കൈപ്പത്തിയിൽ അമർന്നു. ചോര കൂടുതൽ ശക്തിയായി ഒലിച്ചിറങ്ങി. അപ്പോഴും അവൻ്റെ കണ്ണിലും കണ്ണിലെ ചുവപ്പിലും നിറഞ്ഞു നിന്നത് രുദ്രയും വിശാലുമായിരുന്നു.